ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം ഒരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഒരുപാട് പേര് കുറേ നാളുകൊണ്ട് പറയുന്നു ഒരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വീഡിയോ പിടിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും കൂടെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ വൈകി പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇതുവരെ അത് എടുക്കാതിരുന്നത്. രാവിലെ ഒരു 5:30 ആയിട്ടുണ്ട് സമയം. അപ്പോൾ ആദ്യം എഴുന്നേറ്റ് പല്ലുതേപ്പെല്ലാം കഴിഞ്ഞിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന ആദ്യത്തെ പണി എന്താണെന്ന് വെച്ചാൽ തലേദിവസം ഡിഷ് വാഷറിൽ കഴുകാൻ വെച്ചിട്ട് പാത്രങ്ങളെല്ലാം ഉണങ്ങിയിരിക്കുന്നുണ്ടാവും. അതെല്ലാം അതാത് സ്ഥാനങ്ങളിൽ എടുത്തു വയ്ക്കുന്നതാണ് ആദ്യത്തെ ജോലി എന്ന് പറയുന്നത്. വർക്കിംഗ് ഡേ എല്ലാം ഞാൻ ഡിഷ് വാഷർ ഉപയോഗിക്കാറുണ്ട്. അതാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണല്ലോ. പിന്നെ ചില ദിവസങ്ങൾ വളരെ പാത്രങ്ങൾ കുറവുള്ള ദിവസമൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. പതിവ് പോലെ തന്നെ നമ്മൾ കെറ്റിലിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്നത് കീൻവ സാലഡാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കീൻവ നന്നായിട്ട് കഴുകി വേവിക്കാൻ വെക്കുകയാണ്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ കീൻവ വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്, പക്ഷേ ഈ ആഴ്ച ഞാനത് ചെയ്തില്ല. പിന്നെ ഞാൻ മിക്കപ്പോഴും ലഞ്ചിന് ഇതുപോലെ വല്ല സാലഡോ ഒക്കെയാണ് കൊണ്ടുപോകാറ്. ചോറും കറികളും കൊണ്ടുപോകുന്നത് വളരെ ചുരുക്കമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ദോശയാണ്. അപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചമ്മന്തി അരയ്ക്കാനുള്ള തേങ്ങ എടുക്കുന്നതാണ്. ഓൾറെഡി ഇന്നലെ കടലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ ആരോണ് കുറച്ചും കൂടെ ചമ്മന്തി കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ ഞാൻ ഫ്രിഡ്ജ് ഓർഗനൈസേഷനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം ഇങ്ങനെ ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ളത് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. നന്നാക്കി എല്ലാം ഫ്രിഡ്ജിൽ വെച്ചേക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പണികൾ എളുപ്പമാണ്. അപ്പോൾ ചമ്മന്തി വേഗം തന്നെ അരച്ചെടുക്കുന്നതാണ് കേട്ടോ. എൻ്റെ ഒരു റുട്ടീൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ലഞ്ചിനുള്ള കറി, അതായത് മെയിൻ കറികളൊക്കെ ഞാൻ തലേദിവസമേ ഉണ്ടാക്കി വെക്കും. അപ്പോൾ തലേദിവസം ഡിന്നറിനും പിറ്റേ ദിവസം ലഞ്ചിനും ഒരേ കറികളായിരിക്കും ഉണ്ടാവുക. എല്ലാ ദിവസമൊന്നും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ, ചിലപ്പോൾ ഒക്കെ മാറ്റങ്ങൾ വരാറുണ്ട്. അപ്പോൾ കീൻവയിലേക്ക് ഞാൻ കുറച്ച് ഹിമാലയൻ പിങ്ക് സോൾട്ട് ആഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ചമ്മന്തിക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി അരിഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ആഴ്ചയിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള അപ്പത്തിൻ്റെ മാവ്, ദോശയുടെ മാവൊക്കെ അരച്ച് ഞാൻ ഗ്ലാസിൻ്റെ ബൗളുകളിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരുപാട് പണികളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഞാൻ രാവിലെ ഉള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ ചമ്മന്തിക്ക് നമ്മൾ കടുക് വറുത്ത് കഴിഞ്ഞു. അപ്പോൾ ചമ്മന്തി റെഡിയായി. ഇനി ഞാൻ എൻ്റെ ലഞ്ച് ബോക്സിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. ഞാൻ കുറച്ച് ബെൽ പെപ്പേഴ്സ്, അതായത് ക്യാപ്സിക്കം അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ എനിക്ക് സമയം കിട്ടുമ്പോൾ ഒക്കെ പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ട് സിപ്പ് ലോക്കിലാക്കി ഫ്രീസറിൽ വെക്കാറുണ്ട്. എനിക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ഞാനെപ്പോഴും മാവരച്ച് വെക്കുമ്പോൾ അത് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് ദോശയാണ് ചുടേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ വെള്ളം കൂട്ടി അത് പാകത്തിനാക്കി ലൂസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാനിങ്ങനെ മൊത്തം ഉള്ള മാവ് പല പാത്രങ്ങളിലാക്കി വെക്കും. അപ്പോൾ നമുക്ക് എല്ലാം ഒരു പാത്രത്തിൽ നിന്ന് ഇങ്ങനെ കോരിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ദോശ ചുടുമ്പോൾ അത്ര ശരിയായി വരാറില്ല. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ ചെറിയ പാത്രങ്ങളിലേക്ക് ആക്കി വെക്കാറുണ്ട്. അപ്പോൾ ദോശ ചുട്ടിട്ട് നമ്മൾ കാസറോളിൽ എടുത്ത് വയ്ക്കും. അപ്പോൾ ആരൊന്നും ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അവനൊക്കെ എഴുന്നേൽക്കുമ്പോഴേക്കും ചൂടാറാതെ ഇരുന്നോളുമല്ലോ. ആരണിലുള്ള പാല് റെഡിയാക്കി വെക്കുന്നുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ബൂസ്റ്റാണ് ഇടുന്നത്. എനിക്ക് കൊണ്ടുപോകാനുള്ള കീൻവ എല്ലാം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീയെല്ലാം ഓഫ് ചെയ്തു. ഇനി എടുത്തു വയ്ക്കാൻ പോകുന്ന ആരോൻ്റെ സ്നാക്കാണ് കേട്ടോ. അവനിങ്ങനെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് കുറേ ബ്രേക്കുകൾ കൊടുക്കും പിള്ളേർക്ക് മടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും സ്നാക്ക് ടൈമാണ്, എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ള സ്നാക്ക് ഞാനിങ്ങനെ പാത്രത്തിലാക്കി വെക്കാറുണ്ട്. അവനുള്ള ലഞ്ച് ഇച്ചായൻ ഉച്ചയ്ക്ക് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവനും ചൂടാക്കി കൊടുത്തോളും. അപ്പോൾ ഞാൻ അതിങ്ങനെ പ്രത്യേകിച്ച് പാത്രത്തിലാക്കി വെക്കാറില്ല. പിന്നെ ഇപ്പോൾ ഞാൻ രാവിലത്തേക്കുള്ള ചായ വെക്കുകയാണ്. രാവിലത്തെ പണികളെല്ലാം വേഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സമയം കൊണ്ട് എന്തെങ്കിലും തുണി മടക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യും. അധികം കുക്കിംഗ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ. പിന്നാണെങ്കിൽ അധികം കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതേ ഞാൻ എൻ്റെ ലഞ്ചിന് വേണ്ടിയിട്ട് കീൻവ എല്ലാം ചൂടാറിയപ്പോൾ അതിനകത്തേക്ക് ഞാൻ വേവിച്ച് വെച്ചിരുന്ന വെള്ളക്കടലയാണ് കേട്ടോ, അത് ചേർക്കുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കം 2 കളറിലുള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും പിന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ചേർക്കുന്നത് വലിയ കാര്യമായിട്ടൊന്നുമല്ല, കുറച്ച് ഒലിവ് ഓയിൽ ചേർക്കും, ഉപ്പും പിന്നെ കുറച്ച് പെപ്പർ പൗഡറും. ഇതാണ് എൻ്റെ സാലഡ് എന്ന് പറയുന്നത്. ഇതുപോലെ ഞാൻ പലതരത്തിലുള്ള സാലഡുകളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഇങ്ങനെ പലതരം കടലയും പയറൊക്കെ ഇട്ടിട്ടുള്ള സാലഡ്, കീൻവ സാലഡ്,
പച്ചക്കറികൾ ഇട്ടിട്ടുള്ള അങ്ങനത്തെയുള്ള സാലഡുകളൊക്കെയാണ് മിക്കപ്പോഴും ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോകാറുള്ളത്. പിന്നെ ഒരു ഫ്രൂട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊണ്ടുപോകാറുണ്ട്. എൻ്റെ ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാനിങ്ങനെ കുറച്ച് കടലവർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ വേവിച്ച് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കും ആ ആഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ജോലിക്ക് പോകുന്ന ദിവസങ്ങളിലെ പണികൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇത് ഇന്നലെ വെച്ച കടലക്കറിയാണ് കേട്ടോ. വറുത്തരച്ചൊന്നും വെക്കാതെ സിമ്പിളായിട്ട് വെച്ചതാണ്. അത് വറുത്തരച്ച് വെക്കുന്നതൊക്കെ അങ്ങനെ എന്താ പറയുക, സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഓഫ് ഉള്ളപ്പോഴൊക്കെയാണ് വറുത്തരച്ചൊക്കെ വെക്കാറുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലെല്ലാം ഉണ്ടാക്കുന്ന കറികളൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള കറികളാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ അതേ ചമ്മന്തിയും ദോശയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ റെഡിയായി പോവാണ്. എനിക്കൊരു 7:45 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. കുറച്ച് തുണി വാഷ് ചെയ്യാനായിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇച്ചാന് സമയമുള്ള പോലെ അതെടുത്ത് ഡ്രയറിലേക്ക് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വൈകുന്നേരം വരുമ്പോഴേക്കും തുണിയെല്ലാം ഉണങ്ങിയിട്ട് എനിക്ക് മടക്കി വെക്കാനായിട്ട് പറ്റും. അതെല്ലാം തുണിയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പോയി റെഡിയായി. അത് കഴിഞ്ഞിട്ട് ഞാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇറങ്ങാൻ പോവാണ്. നല്ല തണുപ്പുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി വൈകിട്ട് വന്നിട്ട് ബാക്കി കാണാം കേട്ടോ. ഞാൻ വൈകിട്ട് ഒരു 5:30 ആകുമ്പോഴേക്കും വീട്ടിലെത്തും. കുളിയെല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ കയറുമ്പോഴേക്കും ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ സിങ്കിൽ ഉച്ചയ്ക്ക് അവർ കഴിച്ച പാത്രങ്ങളൊക്കെ കിടപ്പുണ്ട്. ഞാൻ വന്ന വഴി വൈകിട്ട് ഉണ്ടാക്കാനുള്ള കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വയ്ക്കുകയാണ്. ഇത് ചുരക്കയാണ് കേട്ടോ. ചുരക്ക ഇങ്ങനെ ഞാൻ അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് വെള്ളത്തിലിടാമെന്ന് വിചാരിച്ചു. എങ്കിലാണ് എന്താ പറയുക, കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതൊന്ന് വേവിക്കാൻ പാകത്തിനായി കിട്ടുക. അപ്പോൾ ഞാനിങ്ങനെ പച്ചക്കറികൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇങ്ങനെ ചുരക്ക വാങ്ങാൻ വലിയ ചുരക്കയായിരിക്കും. അപ്പോൾ നമുക്കത് 2-3 തവണ കറി വെക്കാനുള്ളതുണ്ടാവും. അപ്പോൾ ഞാനത് കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ തൊലിയെല്ലാം കളഞ്ഞിട്ട് അരിഞ്ഞ് ഇങ്ങനെ ഫ്രീസർ ബാഗുകളിലാക്കി വെക്കും. അപ്പോൾ നമുക്ക് വൈകിട്ട് വരുമ്പോൾ പണി എളുപ്പമായിരിക്കും, സാധനം കേടായി പോവുകയില്ല. മിക്ക പച്ചക്കറികളും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചായ വെക്കുകയാണ്. ഞാൻ വൈകിട്ട് അങ്ങനെ ചായ കുടിക്കാറില്ല, ഇച്ചാന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ചായ വെക്കുന്നത്. ചായ ആവുന്ന സമയം കൊണ്ട് നമ്മൾ ആ പാത്രങ്ങളൊക്കെ ഒന്നും കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. ആകെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടൊന്ന് ഡിഷ് വാഷറിൽ വെക്കാൻ ഉള്ള പാത്രങ്ങളുണ്ടാവും തോന്നാനുള്ളത്. അതുകൊണ്ട് ഞാനത് അപ്പം തന്നെ അങ്ങ് കഴുകി വെച്ചതാണ്. ആരോടും ഞാൻ വൈകിട്ട് വരുമ്പോഴേക്കും പാലും ബിസ്ക്കറ്റോ അല്ലെങ്കിൽ കുക്കിയോ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുത്തിട്ടുണ്ടാവും. അവനവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വൈകിട്ടത്തേക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചുരക്കയും വൻപയർ കറിയും അതുപോലെ തന്നെ കൂർക്ക മെഴുക്ക് വരട്ടിയാണ്. ഇവിടെ ഇങ്ങനെ കൂർക്ക ഫ്രോസൺ ആയിട്ടേ വാങ്ങാൻ കിട്ടുള്ളൂ, നമുക്കല്ലാത്ത ഫ്രഷ് ആയിട്ടുള്ള കൂർക്ക വാങ്ങാൻ കിട്ടില്ല. ചിലപ്പോൾ ഫ്രോസൺ ആയിട്ടുള്ള കൂർക്ക എന്താ പറയുക വേവിച്ചതാണ് കിട്ടുക. ഇന്ന് കിട്ടിയിരിക്കുന്ന വേവിച്ചതാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ വേവിക്കാത്തതും കിട്ടാറുണ്ട്, റെഡി ടു കുക്ക് എന്ന് പറഞ്ഞിട്ട്. ഇത് ഓൾറെഡി വേവിച്ചതാണ്. അപ്പോൾ ഞാൻ അരി അടുപ്പത്തിട്ടതാണ്. അപ്പോൾ ഞാൻ വൈകിട്ട് അരി അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ ആ ചോറാണ് പിറ്റേ ദിവസം ഉച്ചയ്ക്കത്തേക്കും അവർക്ക് വേണ്ടിയിട്ട് വെക്കാറുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് കെറ്റിലിൽ വെള്ളം ചൂടാക്കാൻ വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചുരക്കയെല്ലാം ഒന്ന് വേവിക്കാനായിട്ട് റെഡിയായി. അപ്പോൾ ഞാൻ അതിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഉപ്പ് പിന്നെ പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. ഞാൻ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. ഇങ്ങനെ ജോലിയുള്ള ദിവസമൊന്നും ഞങ്ങൾ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ. ചായക്കടിയൊന്നും തന്നെ ഉണ്ടാവാറൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഡിന്നർ കഴിക്കും. അപ്പോൾ അങ്ങനെ ചായക്ക് കടി പിന്നെ ഡിന്നർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ജോലിയുള്ള ദിവസമൊന്നും കഴിക്കാറില്ല. കൂർക്ക മെഴുക്ക് വരട്ടിക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയും ചെറിയുള്ളി ഇങ്ങനെ ചതച്ചെടുക്കുകയാണ്. ഇതെല്ലാം ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പണികൾ എളുപ്പമാണ് കേട്ടോ. പിന്നെ കറിക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വയ്ക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ ചുരക്കയും വൻപയറും കൂടിയിട്ട് കറി വയ്ക്കാറുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ്. അതുപോലെ തന്നെ എൻ്റെ പപ്പയ്ക്കും ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ്. എനിക്കിങ്ങനത്തെ നാടൻ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചെടുക്കുന്നുണ്ട്. തേങ്ങയും ജീരകവും സാധാ പോലെ അരച്ചെടുക്കുന്നതാണ്. വളരെ എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ കാര്യം കഴിയും. നമ്മൾ പയറൊക്കെ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ പണികളെല്ലാം പെട്ടെന്ന് കഴിയും. എന്താ പറയുക, ചോറ് വേറൊരു അടുപ്പിലേക്ക് മാറ്റിയിട്ട് ഞാൻ കൂർക്ക മെഴുക്ക് വരട്ടി ആ അടുപ്പിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ ഞാൻ പയറെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു തവണ മെഴുക്ക് വരട്ടിക്കുള്ള പയറും കൂടെ ഉണ്ടാവും ഈ കറി വെച്ച് കഴിഞ്ഞാലും. അപ്പോൾ ഞാൻ കടുക് പൊട്ടിച്ചു ചീനച്ചട്ടിയിലേക്ക്. വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആ ചതച്ച് വെച്ച കൂട്ടില്ലേ അതും കുറച്ച് കറിവേപ്പിലയും കൂടെ കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴഞ്ഞ് കഴിയുമ്പോൾ
നമ്മളതിനകത്തേക്ക് മുളക് ചതച്ച മുളകാണ് കൂർക്കയ്ക്ക് എപ്പോഴും നല്ലത്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വഴണ്ടി കഴിയുമ്പോൾ കൂർക്ക ഇടുകയാണ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന ഫ്രോസൺ കൂർക്ക ആയതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. കാരണം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളച്ചൊവയായിപ്പോവും, ഓൾറെഡി വേവിച്ചതല്ലേ. അപ്പോൾ ഇത് അതിൻ്റെ ചൂട് കയറി കഴിയുമ്പോൾ, ആവി കയറി കഴിയുമ്പോൾ അതിൻ്റെ എന്താ പറയുക ഐസൊക്കെ അങ്ങ് മാറി വന്നോളും. ഞാൻ അങ്ങനെയാണ് വേവിച്ച കൂർക്ക സാധാരണ ചെയ്യാറുള്ളത്. അതിനകത്തേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചാൽ കറിയുടെ ടേസ്റ്റ് പോകുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചൊരക്കയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ വെന്തോന്ന് നോക്കുന്നതാണ്. വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് പയറും കൂടെ ചേർക്കും. പയർ ഫ്രിഡ്ജിലിരുന്നല്ലേ, അപ്പോൾ അതൊന്ന് ചൂടാവുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പയറും കൂടെ ചേർത്തിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴാണ് അരപ്പ് ചേർക്കുക കേട്ടോ. ചില ദിവസങ്ങളിൽ എനിക്ക് വരുമ്പോൾ നല്ല വിശപ്പായിരിക്കും. അപ്പോൾ അങ്ങനെ നല്ല വിശപ്പൊക്കെ ഉള്ള ദിവസം തലേദിവസം എന്തെങ്കിലും കറിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് കൂട്ടിയിട്ട് ഞാൻ ആദ്യമേ തന്നെ ചോറുണ്ണാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ ഇതെല്ലാം ആയിക്കഴിഞ്ഞിട്ട് ചോറുണ്ണാമെന്നാണ് വിചാരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ആവും. അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഡിന്നർ കഴിക്കാനായിട്ട് നോക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ചൊരക്കയും പയറും എല്ലാം നല്ലോണം തിളച്ച് വന്നപ്പോൾ ഞാൻ അതിനകത്തേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസി നമുക്കിത് ചെയ്യാം കേട്ടോ. ചോറ് വെന്തോന്ന് നോക്കുന്നതാണ്, കുറച്ചും കൂടെ വേവണം. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ്. നമ്മുടെ കൂർക്ക ഏകദേശം നന്നായിട്ട് മെഴുക്ക് വരട്ടിയായി കിട്ടിയിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചതും കൂടെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ അത് കറി മാറ്റി വെച്ചിട്ട് കടുക് പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ അതേ ഒരു 7 മണി കഴിഞ്ഞ് 5 മിനിറ്റും കൂടെ ആയി. അപ്പോഴേക്കും നമ്മുടെ ചോറും കറികളും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ചോറുണ്ണാൻ പോവാണ്. നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് സാലഡൊക്കെ അല്ലേ കഴിച്ചത്. അപ്പോൾ അതേ ചോറും കറികളും എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പപ്പടമൊക്കെ ഓൾറെഡി വറുത്ത് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കൊണ്ടാട്ടമുളകും വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കറികളുടെ കൂട്ടത്തിൽ എനിക്ക് അതൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കൊണ്ടാട്ടമുളകും തൈരും കൂടെ കൂട്ടി കഴിക്കുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടാണ് ഇന്നത്തെ കഴിപ്പ്. അച്ചാർ എടുത്തില്ല, ഇത്രയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ അച്ചാർ എടുത്തില്ല. ഞങ്ങളെല്ലാവരും ചോറുണ്ണാണ് കേട്ടോ. ഇങ്ങനത്തെ നാടൻ കറികളൊക്കെ കൂട്ടി ചോറുണ്ണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം നോൺ വെജ് ഒന്നും കൂട്ടിയാൽ കിട്ടില്ല അല്ലേ. അപ്പോൾ ഇതേ ചോറുണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും ഗ്രീൻ ടീ അല്ലെങ്കിൽ റെഡ് ടീ കുടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടാണ് കേട്ടോ ചോറുണ്ണാൻ വേണ്ടിയിട്ടിരുന്നത്. ചോറുണ്ട് കഴിഞ്ഞിട്ട് നല്ല ചൂടനെ ഒരു ഗ്രീൻ ടീ കൂടെ കുടിച്ചിട്ട് പിന്നെ ഞാൻ ചെയ്യാൻ പോവുക എന്താണെന്ന് വെച്ചാൽ ആരോൻ്റെ കൂടെ കുറച്ച് ഹോംവർക്കും കാര്യങ്ങളും അതിനൊക്കെ ഒരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് ബാക്കി ഞാൻ എൻ്റെ അടുക്കളയിലെ പണികളെല്ലാം തീർക്കാറുള്ളത് കേട്ടോ. നമ്മളൊന്നും പറയാതെ തന്നെ ആരോൺ ഹോംവർക്കൊക്കെ ചെയ്തോളും. അവൻ തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെയും എന്തൊക്കെയാണ് ടീച്ചർ ചെയ്യാൻ പറഞ്ഞേക്കുന്നതെന്നൊക്കെ അവൻ തന്നെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അവൻ്റെ പണികളെല്ലാം അവൻ വേഗം വേഗം തീർത്ത് വയ്ക്കും. അവനങ്ങനെ പിന്നിടത്തേക്ക് മാറ്റി വയ്ക്കുന്ന ഇഷ്ടമുള്ള ആളല്ല. അപ്പോൾ അവൻ നല്ല ഇതായിട്ട് എല്ലാം ചെയ്തോളും. പക്ഷെ ഞാൻ പറയും ഞാനിങ്ങടെ വന്നിട്ട് നോക്കിയിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ തെറ്റുണ്ടെങ്കിൽ തിരുത്താനും പറ്റില്ല. ഇപ്പോൾ ഹോംവർക്കെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ റീഡിങ്ങിൻ്റെ സമയമാണ്. അപ്പോൾ അവൻ ഏതെങ്കിലും ബുക്ക് എടുത്ത് ഞാൻ വായിക്കാൻ പറയും. അപ്പോഴാണല്ലോ നമ്മൾ അറിയില്ലാത്ത വാക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റുക. അപ്പോൾ ഞാൻ ഏതെങ്കിലും ബുക്ക് എടുത്ത് അന്നേരം വായിക്കാറുണ്ട്. ഞാൻ വായിക്കുന്ന കണ്ടിട്ട് അവനൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും ബുക്ക് വായിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഡോഗ്മാൻ്റെ ബുക്കും സീരീസൊക്കെ വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വായനയെല്ലാം കഴിഞ്ഞിട്ട് അവനും ഇച്ചായനും കിടന്നുറങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി അടുക്കളയിലെ പണികളിലേക്ക് കിടക്കാറുള്ളത്. അപ്പോൾ അവരെല്ലാം കിടന്ന് 9 മണിയായിട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അടുപ്പൊക്കെ അത്യാവശ്യം വൃത്തികേടായിട്ട് തന്നെയാണ് കിടക്കുന്നത്. പക്ഷെ ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് സോപ്പിട്ടൊക്കെ നന്നായിട്ട് കഴുകി കളയാറുള്ളൂ കേട്ടോ. അല്ലാത്ത സമയങ്ങളിൽ ഞാനിങ്ങനെ ഇതുപോലെ ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യാറ്.
അല്ലാതെ സോപ്പിട്ടുള്ള വലിയ കഴുകലും കാര്യങ്ങളൊക്കെ ഞാൻ വീക്കെൻഡോ അല്ലെങ്കിൽ ഓഫ് കിട്ടുമ്പോഴൊക്കെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ അടുക്കളയെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. പാത്രമെല്ലാം കഴുകി വെച്ചു. ഡിഷ് വാഷറിൽ ഇടാനുള്ള പാത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. അടുക്കളയെല്ലാം വൃത്തിയാക്കി. 9:30 ആയപ്പോഴേക്കും പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോഴൊന്നും അങ്ങനെ കിടന്നുറങ്ങാറില്ല കേട്ടോ. ഞാൻ മിക്കവാറും ബുക്ക് വായിച്ചിരിക്കും, അല്ലെങ്കിൽ ടി വിയിൽ എന്തെങ്കിലും പ്രോഗ്രാം കാണും, അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടെങ്കിൽ ഈ സമയത്ത് കമൻസിന് റിപ്ലൈ കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇതാണ് ഒരു വർക്കിംഗ് ഡേയിലെ ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത തവണ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.